റെഡി ആയില്ലേ? എവിടെ പോവാൻ? നമ്മൾ സിനിമയ്ക്ക് പോകാൻ പോകുന്നു. ഇതാര് പറഞ്ഞു? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന കാര്യത്തെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. നല്ലൊരു ദിവസമായിട്ട് എന്നെ സിനിമ കൊണ്ട് കാണിക്കുന്ന ഇന്നലെ രാത്രി എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ. ഇന്ന് സിനിമയ്ക്ക് പോണ കാര്യം നടക്കത്തില്ല. നിനക്ക് വേണം റാണി, മന്ദാകിനി, ലക്ഷ്മി, ഇതിലേത് വേണമെന്ന് വെച്ചാൽ നിനക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. നമ്മുടെ ആവോളം നമുക്ക് സംസാരിക്കാം. ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി അടങ്ങത്തുള്ളൂ. കണ്ടവൾമാരുടെ അടുത്ത് പോയിരുന്ന നിരങ്ങ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ? എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇത്ര വലിയ സൂക്കേടല്ലേ? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നോക്കിക്കോ. എടി കണ്ടവളുമാരെന്ന് പറഞ്ഞ നീ പറയുന്ന പോലെ പെണ്ണുങ്ങളൊന്നും അല്ല. ഇതൊക്കെ ഞാൻ പോകുന്ന ബാറുകളല്ലേ. ആഹാ, അപ്പൊ നിങ്ങൾക്ക് ബാറിൽ പോകാൻ കാശുണ്ട്. എന്നെ ഒരു സിനിമ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് നിങ്ങളുടെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നു പോകുമല്ലേ? എനിക്ക് ഇന്ന് സിനിമ കണ്ടേ പറ്റത്തുള്ളൂ. അതിന്റെ ഭാഷയാണോ? സംസാരിക്കുമ്പോ സാഹചര്യം അറിഞ്ഞു വേണം സംസാരിക്കാൻ, കേട്ടാ. നിനക്കറിയോ, നാണ്യമാനം വന്നതിന് ശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർന്നിരിക്കുക. എന്റെ മധ്യസ്ഥിതി വരെ തകർന്നിരിക്കുക, അറിയാവോ? മധ്യസ്ഥിതി ഈ സ്ഥിതിക്ക് പോയാൽ നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നട്ടല് എടി, ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് പോണെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോണ്ട് പോകേണ്ടി വന്നിരിക്കും. എന്തിനാ മനുഷ്യ ബാങ്കിൽ നിന്ന് ലോൺ ഒക്കെ എടുക്കുന്നത്? വലിയ 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 വർത്താനം പറയല്ലേ. എന്തിനാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്? നിന്റെ അച്ഛൻ എന്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ഓർത്തു എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു വരുമ്പോ എന്റെ തന്തയ്ക്ക് പറയുമെന്ന്. നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം പറഞ്ഞേക്കാം. നിന്റെ അച്ഛനും എന്റെ അമ്മയും നമ്മൾ രണ്ടും 3 പിള്ളേരും, നിന്റെ അനിയത്തി, പിന്നെ രാജേഷ്, സുരേഷ്, ഇവരെല്ലാം കൊണ്ട് ഓട്ടോറിക്ഷ പിടിച്ച് സിനിമ കാണാൻ പോകണമെങ്കിൽ കാശ് കുറയാകും. പിന്നെ അവിടെ ചെന്ന് പിള്ളേർക്ക് സോഡ, ടച്ചിങ്സ് ഇതെല്ലാം വേണ്ടേ? അല്ല സോറി, മറന്നുപോയി. മറ്റേ മാംഗോ ജ്യൂസ്, പോപ്കോൺ, ഇതൊക്കെ പൈസ കൊടുക്കാതെ എന്റെ അമ്മാവനാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്രാവശ്യം നമ്മൾ ആരും വിളിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് പോകുന്നു. നിങ്ങളും ഞാനും നമ്മുടെ 3 മക്കളും മാത്രം. പിന്നൊരു കാര്യം, നമ്മൾ ബാൽക്കണി എടുക്കുന്നില്ല. നമ്മൾ താഴത്ത് പോകുന്നു. അയ്യ, കൊള്ളത്തില്ല. എടീ, തറയെ കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഇത്തിരി സ്റ്റാൻഡേർഡുള്ള ഫാമിലി ജനിച്ചവനാ. പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം അടിച്ച് തറയപ്പോ അതിപ്പോ ദൈവം എന്റെ തലവരെ അതായിപ്പോയി. നിങ്ങൾ ഏത് കൊമ്പത്തെ ഫാമിലിയിൽ എന്നാ പറഞ്ഞേ? നിങ്ങൾ വെള്ളം അടിച്ച് തറയെ കിടക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ മനുഷ്യ. എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വലിയ കൊമ്പത്തെ ഫാമിലി. എടി, നമ്മൾ ബോധമില്ലാത്തൊരു മനുഷ്യൻ ബോധമില്ലാതെ തറയെ കിടക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ബോധമുണ്ടോ ഞാൻ എവിടെ കിടക്കും? ഞാൻ ബെഡിലല്ലേ കിടക്കത്തുള്ളൂ. ബോധമില്ലല്ലോ, അതല്ലേ. നിങ്ങൾ വലിയ ബോധത്തിന്റെ കാര്യം പറയണ്ട. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എനിക്കത് ഇപ്പൊ അറിയണം. അല്ല, ഇപ്പൊ അറിഞ്ഞില്ല. നീ എന്ത് ചെയ്യും? ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കും. കൊണ്ടുപോകുന്നില്ല. നീ എന്റെ അടുത്ത് കളിക്കില്ലേ? നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന്. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുത്? ആഹാ, ഭാര്യയുടെ അമ്മായി ആയിട്ടാണ് മനുഷ്യൻ നിങ്ങൾ എന്നെ കാണുന്നത്. സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്നെ കല്യാണുണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ സമാധാനമായോ? ഇടിക്കുമ്പോ 2 പൈൻ്റായിട്ട് ഇടിക്കുന്നുണ്ട്, ഒരു ഫുള്ളായിട്ടാണ് ഇടിക്കുന്നത്. ഞാൻ ചത്തുപോയി എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ പൊക്കരുതെന്ന്. എന്റെ മാവേലിക്കര തമ്പുരാനെ, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കളെ. അയ്യോ മാഡം, ഇത് മാവേലി. നീ മിണ്ടണ്ട പ്രഭാകര. നീ മാവേലിയായിട്ട് വേറെ വല്ല വീട്ടിലോട്ട് പോകും. എന്റെ അടുത്ത് വരരുത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പ്രഭാകരനൊന്നും അല്ല, ഇത് മാവേലിയാണ്. സംസാരിക്കൊന്നും വേണ്ട. നേരത്തെ രായപ്പൻ വന്നപ്പോഴും അവൻ മാവേലിയായിട്ടാ വന്നെ. ഇപ്പൊ പ്രഭാകരൻ വന്ന് എനിക്കെന്താ ഇവിടെ കണ്ടറിയാൻ പാടില്ല. ഇവിടെ നേരം വെളുത്ത ഈ ഓണം വന്നാൽ നേരം വെളുത്ത വൈകുന്നേരം വരെ മാവേലിയെ കൊണ്ട് ഭയങ്കര ശല്യം. അതേന്നെ. എന്റെ പൊന്നെ, ഞങ്ങൾ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. ഇതാണ് യഥാർത്ഥ മാവേലി. ഇതാ പാതാളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അറിയത്തില്ല. തിരുവോണമല്ലേ ഇന്ന്? ഇവിടെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല. അത് പിന്നെ ഞാനൊന്നും ഒരുങ്ങിയതാ, പക്ഷെ നടന്നില്ല. അതെന്താ? എന്താണെന്നോ, ഞാനൊന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ പെർഫോമൻസ് റൗണ്ട് അല്ലായിരുന്നു. നിങ്ങൾ നേരത്തെ വരുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി SMS ചെയ്തായിരുന്നു. അത്ര പെർഫോമൻസ് അല്ലായിരുന്നു ഇവിടെ. എന്നിട്ട് 2 കോടിയുടെ ഫ്ലാറ്റ് അത് കിട്ടിയില്ലേ? 2 കോടിയുടെ ഫ്ലാറ്റ് ഒന്നും കിട്ടില്ല. 2 ഇടി കിട്ടിയപ്പോ ഞാൻ ഫ്ലാറ്റ്. അതെ, 2 നിങ്ങൾ എന്നെയുള്ള മനുഷ്യൻ. ഞാൻ കുനിച്ചു നിർത്തി എത്ര ഇടി ഇടിച്ചതാ. ഞാൻ ഇടിച്ച ബാക്കി ഇടിക്കുന്നു ഒരു വില ഇല്ലാണ്ടായി. അല്ലെങ്കിൽ പിന്നെ എന്റെ നത്തല്ലൊടിയുമ്പോഴല്ലേ ഞാൻ നിന്റെ ഇടിയുടെ എണ്ണം നോക്കാൻ പോണു. പോലെ അവിടുന്ന് ചുമ്മാ. വേണ്ട, ലഹളകളൊന്നും വേണ്ട. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പ്രമാണം. ഇത്തവണ വന്നിട്ട്
പ്രജകൾ ആരും നമ്മളെ ഗവനിച്ചിട്ടില്ല. കഷ്ടം. എല്ലാ ആഘോഷവും ഇപ്പൊ ടിവിയിൽ മാത്രമാണല്ലോ. ആ. അടുത്ത വർഷം ഈ വരവ് വേണ്ട എന്ന് വെച്ചാൽ അതാ നല്ലത്. എന്റെ തിരുമേനി വരാതിരുന്നാ പ്രജകളെ കാണാൻ പറ്റുമോ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. എങ്ങനെ? പ്രജയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. എങ്ങനെ? പ്രജയുടെ ഒരു സൂപ്പർ സീഡ് ഞാൻ തരാം. മോഹൻലാലിന്റെ അടിപൊളി പടം. എന്നെ സ്റ്റണ്ടാന്നറിയാം. എന്തുവാ ഇത്? ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു ഇന്ന് അമ്മയുടെ ഓണപ്പരിപാടി ഉണ്ടല്ലോ. ഓഹോ. അമ്മയ്ക്കെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയല്ലോ. വിനാശകാലെ ഓപ്പോസിറ്റ് ബുദ്ധി. ആരുടെ അമ്മയാ? എന്റെ അമ്മയുടെ കാര്യം എന്റെ പറഞ്ഞത്. താരങ്ങളുടെ അമ്മയുടെ പരിപാടി ടി വി നടക്കുന്നത്. അങ്ങനെ. നീ ആ ടി വി അങ്ങോട്ടൊന്ന് ദേ എന്നെ സിനിമയ്ക്ക് കൊണ്ടോ പറഞ്ഞപ്പോഴേ ആ കുന്ത്രാട്ടത്തിൽ അത് ഉള്ളതുകൊണ്ടല്ലേ, അമ്മയുടെ പരിപാടി ടി വിയിൽ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഞാനിത് തല്ലിപ്പൊട്ടിക്കും, നോക്കിക്കോ. നീ തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ടി വി കണ്ടു ഞാൻ ആ ടി വി ഇട്ട് വെള്ളം അടിച്ചോളാം കേട്ടാ. അത് വേണ്ട, ദൈവമേ. അത് വേണ്ട. ദേ മാവേലി, ഞാനൊരു വെറുവാക്ക് പറഞ്ഞു പോയി ആ ടി വി തല്ലി പൊട്ടിക്കുമെന്ന്. ഇനി ഞാനത് രാത്രി കെട്ടിപ്പിടിച്ച് കിടന്ന് അവങ്ങേണ്ടി വരുമല്ലോ ടീച്ചറെ. ദേ അതങ്ങാനും എടുത്തോണ്ട് പോയാലുണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, ടി വി ഒന്നും തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്കാവശ്യമുള്ള സാധനം ഞാൻ തരാം. എന്ത് സാധനം? എന്നാ സാധനം? എനിക്കിപ്പോ മനസ്സിലായി. മാവേലി എന്ന് പറഞ്ഞ ഇങ്ങനെ വേണം. മാവേലിക്ക് പ്രജകളോട് സ്നേഹമുള്ളവരാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഉമ്മ. നിങ്ങൾ വിടരുത്. എന്നാലും എന്റെ മാവേലി, നിങ്ങളൊരു ഒടുക്കത്തെ ചെയ്തായി പോയി എന്നോട് ചെയ്തത്. നിങ്ങളെ പോലെ ഇത്ര നല്ലൊരു വേഷം കെട്ടി വന്ന മനുഷ്യൻ എന്നോട് ഇത് ചെയ്യാൻ കൊള്ളായിരുന്നു. കുഞ്ഞെ കരയാതിരിക്കൂ. അവൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ എന്നെ നിങ്ങൾ തൊട്ട് ആയിരുന്നു. ആശ്വസിപ്പിച്ചെന്ന് വിചാരിച്ച് ഞാൻ അതിലൊന്നും വീഴാൻ പോകുന്നില്ല. അയ്യോ. ഇങ്ങോട്ട് പറയട്ടെ. ഇത് മദ്യമല്ല. നിങ്ങളുടെ ഭർത്താവ് മേലാൽ കുടിക്കാതിരിക്കുവാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. Very, very thanks, very, very thanks. ഒരു നല്ല മിനിറ്റ്. ഷേപ്പുള്ള നല്ല സാധനം. ഒരു രൂപം മാറ്റം ഒരു പാവവും. അതൊന്നും അല്ലെന്നേ, ഞാൻ ആ ഫുള്ള് മേടിച്ചെടുക്കൂ. ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മാവേലി അനുഗ്രഹിച്ച് ചേട്ടന് ഫുള്ള് തന്നതല്ലേ. ചേട്ടൻ ഇതൊരു തുള്ളി പോലും ആർക്കും കൊടുക്കാതെ മൊത്തം കുടിക്കണം കേട്ടോ. ആരെങ്കിലും ചോദിച്ചാ അവന് 2 തെറി പറഞ്ഞ 2 തല്ലും കൊടുത്ത് മൊത്തം കുടിക്കണം. ആർക്കും കൊടുക്കണ്ട. നീ ഇപ്പോഴാ ഒരു യഥാർത്ഥ ഭാര്യ. ഒരു ഭർത്താവിന്റെ വിഷമം മനസ്സിലാക്കുന്നവളാ യഥാർത്ഥ ഭാര്യ. മാവേലി എല്ലാ വർഷവും പറഞ്ഞ ഈ വീട്ടിലെ വേറെ എങ്ങും പോയില്ലേ ഞങ്ങളുടെ വീട്ടിൽ വരണം കേട്ടാ. ഒരു ഫുള്ളല്ല 2 ഫുള്ളായാലും കുഴപ്പമില്ല. ഞാൻ ഒറ്റക്ക് നടിച്ചോളാം. സത്യം അല്ല അതെ അതെ. കൊടുക്കത്തില്ല. സർവ്വവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ഈ കുടുംബത്തിൽ മാത്രമല്ല, ലോകത്തുള്ള സർവ്വ ചരാചരങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ.